സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. എയർ1 കൃഷി വാർത്തയിൽ ഇന്ന് അബിയു പഴം പരിചയപ്പെടാം. വിദേശത്തു നിന്ന് കേരളത്തിലെത്തിയ അബിയു പഴത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്നു. കൊണ്ടോട്ടി കൊട്ടപ്പുറത്തെ കർഷക സേവന കേന്ദ്രത്തിൽ അബിയു പഴം വിളവെടുത്തപ്പോൾ തൈകൾക്ക് ആവശ്യക്കാർ ഏറി. ഇത് വിദേശത്തു നിന്ന് കടന്നു വന്നതോടുകൂടി തന്നെ ഒരു ട്രെൻഡ് പഴം എന്നുള്ള രീതിയിൽ കർഷകരത് ഏറ്റെടുക്കുകയും പഴപ്രേമികളതിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ലുലു മാളിൽ എറണാകുളത്ത് മാത്രമാണ് ഇത് കിട്ടുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി കടകളിലേക്ക് വേണ്ടത്ര എത്തിപ്പെട്ടിട്ടില്ല. ഒരു ഇളനീർ കാമ്പിൻ്റെ കാമ്പ്, നല്ല ശരിക്കും മൂക്കാത്ത ഇളനീരിൻ്റെ ഒരു പേസ്റ്റ് പോലുള്ള ഒരു സാധനമാണ് ഈ അബിയുവിൻ്റെ കായക്കുള്ളിലുള്ളത്. അത് ജ്യൂസ് അടിക്കാനും വളരെ ബെറ്ററായിട്ട് കാണുന്നുണ്ട്. ഇതൊന്ന് തണുപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെച്ച് തിന്നുമ്പോൾ ഏറ്റവും രുചികരമായിട്ട് തോന്നുന്നു. ഇളനീർ കാമ്പിനോട് സാദൃശ്യമുള്ള നല്ല രുചിയാണ്. തണുപ്പിച്ചും ജ്യൂസായും കഴിക്കുന്നവരാണ് ഏറെയും. വിദേശ നാടുകളിൽ കാണുന്ന ഒരു ഉഷ്ണമേഖലാ ഫലവൃക്ഷമായ പൗട്ടീരിയ കൈമീറ്റോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പഴമാണ് അബിയു. ഇതിൻ്റെ തൈകൾ ഇന്നിപ്പോൾ ഞങ്ങളടുത്ത് 300 രൂപയിൽ നിന്ന് തുടങ്ങി 1500 രൂപയുള്ള വലിയ മരങ്ങൾ, കാഴ്ച നിൽക്കുന്ന മരങ്ങൾ വരെ വിൽപ്പനയിലുണ്ട്. ഇതിന് മുകളിൽ തന്നെ ഞങ്ങളൊരു 10-20 പഴത്തോളം പറിച്ചെടുത്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ തന്നെ 3 പറിച്ചു കഴിഞ്ഞ്. കേരളത്തിലും കൃഷിക്ക് അനുയോജ്യമാണെന്ന് അബിയു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തെളിയിച്ചു. ശരാശരി 10 മീറ്റർ ഉയരത്തിൽ വളരുന്നു. ശാഖകളിൽ ഒറ്റയായും കൂട്ടമായും ചെറുപൂക്കൾ കാണപ്പെടുന്നു. ഏകദേശം ഓറഞ്ചിന്റെ വലിപ്പമുള്ളതാണ് കായ്കൾ. ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് കർഷകർ ഇത് ഏറ്റെടുത്ത് കൃഷിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വിജയകരമായ ഒരു പഴമായിട്ട് തന്നെ അടുത്ത സമയത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് കടന്നു വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ റംബൂട്ടാനൊക്കെ നമ്മൾ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. ഇന്നിപ്പോൾ റംബൂട്ടാൻ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു ഇനം പഴമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അബിയുവിനെയും കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിനുസമാർന്നതും തിളക്കമുള്ളതുമായ മഞ്ഞ നിറത്തിലുള്ള അബിയു കാഴ്ചയിലും അതിസുന്ദരിയാണ്. എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ റംബൂട്ടാൻ തന്നെ പ്രാവശ്യം 500 രൂപയിൽ നിന്ന് തുടങ്ങി പിന്നെ 200ലേക്ക് വന്ന ഒരവസ്ഥ പോലെയാണ്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിന് വലിയ വിലയപ്പം വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ ഒരു വില കിട്ടിക്കോണമെന്നില്ല. ഇത് 300-350 ഇവിടുന്ന് കൊണ്ടുപോയി കൃഷി ചെയ്ത ആളുകൾ കൊടുത്ത അനുഭവം ഞങ്ങൾക്കുണ്ട്. 350 എന്ന് പറഞ്ഞാൽ ഇത് 400 ഗ്രാമോ 800 ഗ്രാമുള്ള കായൊക്കെ ഞങ്ങൾക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വിലയായിട്ടാണ് അത് തോന്നുന്നത്. അപ്പോൾ അത് ശരിക്കും അത് നന്നായിട്ട് കൃഷി ചെയ്താൽ കുറഞ്ഞ വിലയ്ക്ക് തന്നെ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ പൂന്തോട്ടങ്ങളിലും ഇവ നട്ടുപിടിപ്പിക്കാറുണ്ട്. എയർ1 ന്യൂസ്, മലപ്പുറം. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.